ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് യുങ്സാങ്ങിനെയാണ്. യുങ്സാങ് ഇപ്പോൾ ഉള്ളത് യുൻവുൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്താണ്. യുൻവുൻ്റെ ഡയറക്ടേഴ്സിനായിട്ട് അവൾ സംസാരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് ഈ ഒരു എപ്പിസോഡിൽ യുൻവു മരിക്കുമെന്നല്ലേ? ഡയറക്ടറാണെങ്കിൽ എനിക്കറിയാം, സോൾ ഗ്രൂപ്പിൻ്റെ കംബാക്ക് ആണെന്ന്. യുങ്സാങ് ആണെങ്കിൽ സ്ക്രിപ്റ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നുണ്ട്. അതിലെഴുതിയേക്കുന്നത് യുൻവു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായാണ്. പക്ഷേ കഴിഞ്ഞ വട്ടം നമ്മുടെ യുങ്സാങ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അങ്ങനെയല്ലായിരുന്നു. ഇത് വായിച്ച യുൻസാങ് ആണെങ്കിൽ ഡയറക്ടറിൻ്റെ അടുത്ത്, അപ്പോൾ ഇനി യുൻവുനെ കൊല്ലാൻ പറ്റിയില്ലേ? ഞാൻ യുൻവുനെ കുറേ വട്ടം ഡ്രാമയെ കൊല്ലാൻ നോക്കി, പക്ഷേ പറ്റുന്നില്ല. ഇനി അഥവാ ഞാൻ യുൻവുനെ കൊന്ന ഈ ഡ്രാമയിൽ നിന്ന് യുൻവു പോയാൽ എല്ലാവരും കൂടി എന്നെ കൊല്ലും. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഫാൻസ് കാരണം കൊണ്ടാണോ നിങ്ങൾ ഈ കഥ ചേഞ്ച് ആക്കിയത്? ഡയറക്ടറാണെങ്കിൽ അങ്ങനെയല്ല എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന സീനിയർ ആക്ടേഴ്സിനെ കാണിക്കുകയാണ്. സീനിയർ ആക്ടേഴ്സ് ആണെങ്കിൽ യുൻവുൻ്റെ അടുത്ത് നിന്ന് ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് യുൻവു പറയുന്നുണ്ട് എനിക്ക് മരിച്ചേ പറ്റുമെന്ന്. അവരെല്ലാവരും ആണെങ്കിൽ നിന്നെ ഞങ്ങൾ മരിക്കാൻ വിടില്ല എന്ന് പറയുകയാണ്. ഡയറക്ടർ ഇവരെ കാണിച്ചിട്ട് യുങ്സാങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്, യുൻവുനെ ഈ ഡ്രാമയിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ ഇവരെല്ലാവരും ഇവിടെ നിന്ന് പോകുമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ പറഞ്ഞു വന്നത് യുൻവു ഈ ഡ്രാമ തുടരുമെന്നാണോ? ഡയറക്ടറാണെങ്കിൽ കുറച്ച് ദിവസം യുൻവു ഈ ഷോയിലുണ്ടാവും, അത് കഴിയുമ്പോൾ ഞങ്ങൾ കൊല്ലുന്നുണ്ട്. ഞങ്ങളുടെ റൈറ്റർ ഒരു കാർ ആക്സിഡൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസം എന്തായാലും യുൻവു ഈ ഷോയിലുണ്ടാവും. ഇത് കേട്ടാൽ യുങ്സാങ് ആണെങ്കിൽ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മീറ്റിംഗ് സ്ഥലത്തിരിക്കുന്ന യുങ്സാങ്ങിനെയാണ്. അവരെല്ലാവരും ആണെങ്കിൽ യുൻവുൻ്റെ ഈ ഡ്രാമേനെ പറ്റിയായിരുന്നു ചർച്ച ചെയ്യുന്നത്. യുങ്സാങ് ആണെങ്കിൽ യുൻവുൻ്റെ ഷെഡ്യൂൾസിൻ്റെ കാര്യമെല്ലാം പറയുകയാണ്. പിന്നെ അവർ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ടിയോനെ എൽജേനാണ്. അവരാണെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരാണെങ്കിൽ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ട്. എൽജയാണെങ്കിൽ നീ എന്തൊരു ഭാഗ്യശാലിയാ, നിനക്കൊരു ഷൂട്ടിങ്ങും ഇല്ല, അതേപോലെ എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങാം, അതുകൊണ്ടായിരിക്കും എൻ്റെ സ്കിൻ ഇത്രയ്ക്ക് നല്ലത്. ഇത് കേട്ട ടിയോ ആണെങ്കിൽ ഞാൻ അധികം നേരമൊന്നും ഉറങ്ങാറില്ല, പിന്നെ എൻ്റെ സ്കിന്ന് നല്ലതായിരിക്കണത് എൻ്റെ കുറ്റമല്ലല്ലോ. എൽജയാണെങ്കിൽ എന്നാലും നീ എന്തൊരു ലക്കിയാ, നിനക്ക് ഒരു ടെൻഷനൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് എൽജേനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്റ്റാഫാണെങ്കിൽ നിങ്ങളെ കാണാനും ഭംഗിയാണ്, നിങ്ങളുടെ ലിപ്സ് അടിപൊളിയാണ്, അതിൽ നിങ്ങൾ പ്രൗഡ് ഫീൽ ചെയ്യണം. ഇത് കേട്ട എൽജെ ആണെങ്കിൽ ഒന്ന് പൊങ്ങി. അല്ല, നീ നിന്റെ ലിപ്സിൽ ഇഞ്ചക്ഷൻ ചെയ്തതല്ലേ? ഞാൻ എൻ്റെ ലിപ്സിൽ ഇതുവരെ തൊട്ടിട്ട് പോലും ഇല്ല. ടിയോണെങ്കിൽ നീ നിന്റെ ലിപ്സിൽ തൊട്ടിട്ടില്ലെങ്കിൽ നീ പിന്നെ എന്താ വേറെ വല്ലയിടത്തായിരുന്നു തൊട്ടുകൊണ്ടിരുന്നേച്ചാ എന്ന് പറയുകയാണ്. ഇത് കേട്ട എൽജെക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എൽജെ ആണെങ്കിൽ നീ എന്തിനിങ്ങനെ വളഞ്ഞും തിരിഞ്ഞ് സംസാരിക്കുന്നത്? നിനക്ക് എൻ്റെ ലൈഫ് വേണമെന്ന് അങ്ങോട്ട് ഡയറക്റ്റ്ലി പറഞ്ഞാൽ പോരെ? ഇനിയിപ്പോൾ നീ ഇഞ്ചക്ഷൻ വെച്ചാലും എൻ്റെ അത്രയൊന്നും ആവില്ല. ഇത് കേട്ട ആ സ്റ്റാഫാണെങ്കിൽ എൽജെനെ പിന്നെയും പൊക്കുകയാണ്. ടിയോ വിടോ? ടിയോ ആണെങ്കിൽ അവന് കണക്കിലിട്ട് അങ്ങോട്ട് കളിയാക്കുന്നുണ്ട്. രണ്ടുപേരാണെങ്കിൽ അതും പറഞ്ഞ് തർക്കിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരാൾ വന്ന് നിങ്ങളെ രണ്ടുപേരെയും മീറ്റിംഗ് റൂമിലേക്ക് വിളിക്കണ്ടെന്ന് പറയുകയാണ്. ടിയോ ആണെങ്കിൽ ആ ഒരു വ്യക്തിൻ്റെ അടുത്ത് സോഹിങ്ങിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അങ്ങേരാണെങ്കിൽ സോഹിങ്ങിന് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവൻ ടോളാണ്, അതുമല്ലാതെ അവനിക്ക് സ്റ്റൈലിഷിൻ്റെ ആവശ്യമില്ല. നിങ്ങളും അവനെ പോലെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അങ്ങേരാണെങ്കിൽ അതും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ഷൂട്ടിംഗ് സ്ഥലത്താണ്. യുങ്സാങ് ആണെങ്കിൽ സ്റ്റാഫ്സിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ ഫുഡ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് യുങ്സാങ് ആണെങ്കിൽ യുൻവുന് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു. പിന്നെ അവൾ ചെല്ലുന്നത് സോഹിങ്ങിൻ്റെ അടുത്താണ്. സോഹിങ്ങിൻ്റെ ഹെയർ എല്ലാം സെറ്റാക്കി കൊടുക്കുകയാണ്. അവളാണെങ്കിൽ സോഹിങ്ങിൻ്റെ ടൈ ഒന്ന് നേരെയാക്കിയതും പെട്ടെന്ന് സോഹിങ് അവളെ ഒന്ന് നോക്കുകയാണ്. യുങ്സാങ് ആണെങ്കിൽ അവൻ്റെ ടൈ നേരെയാക്കി അവിടെ നിന്ന് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ എല്ലാവരും ഷൂട്ടിംഗ് സ്ഥലത്തിരിക്കുന്നതായാണ് കാണിക്കുന്നത്. കൂട്ടത്തിൽ യുങ്സാങ്ങും ഉണ്ട് സ്കൂൾ യൂണിഫോമിൽ. അവളുടെ അടുത്തായി മിസ്റ്റർ കിമ്മും ഉണ്ട്. അങ്ങനെ ഷൂട്ടിംഗ് സ്റ്റാർട്ടായതും ആങ്കർ ആണെങ്കിൽ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നുണ്ട്. ആങ്കർ ആണെങ്കിൽ ഹേനനെ വിളിക്കുകയാണ്. ഹേനനെ കണ്ട യുങ്സാങ് ആണെങ്കിൽ മനസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവളിത്ര അടുത്ത് നിന്ന് കാണുന്നതെന്നും പറഞ്ഞ് അവൾ സന്തോഷിക്കുന്നു. ആങ്കർ ആണെങ്കിൽ യുൻബിനെയും ഹേർലിനെയും ഹേനേനെയും വിളിച്ചിരുത്തിയിട്ട് അവരുടെ മൂന്നുപേരുടെ അടുത്തായിട്ട് ഇവിടെ ഇരിക്കുന്ന ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേരായി ചൂസ് ചെയ്യാമെന്ന് പറയുകയാണ്. പെട്ടെന്ന് എൽജെ ആണെങ്കിൽ ഹേനേൻ്റെ അടുത്തായി, അഥവാ ഇപ്പം നമ്മൾ പേരാവുകയാണെങ്കിൽ എൻ്റെ ഒപ്പം നീ ലവ് സോങ്ങിൽ പെർഫോമൻസ് ചെയ്യുമോ? അവളാണെങ്കിൽ അതേന്ന് പറയുകയാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ച് പെർഫോമൻസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഇടയിൽ ലവ് മറ്റും ഉണ്ടായാലോ? ഞാൻ ഇതെല്ലാം മൂവീസിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ അഥവാ സംഭവിച്ചാൽ തന്നെ എനിക്ക് കുഴപ്പമില്ല. എന്നാൽ നീ ഇച്ചിരി സൂക്ഷിച്ചിരുന്നോ? ഇനിയിപ്പോൾ അഥവാ നമ്മൾ പാർട്ട്നേഴ്സ് ആയാലോ? അവളാണെങ്കിൽ ഇതിനെപ്പറ്റി എപ്പോൾ ചിന്തിക്കാമോ അപ്പോൾ നമുക്ക് പാർട്ട്നേഴ്സ് ആവാം. ഇതിൻ്റെ അർത്ഥം നിനക്ക് എന്നെ ചൂസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അല്ലേ? പെട്ടെന്ന് ടിയോ ആണെങ്കിൽ കൈ പൊക്കിയിട്ട് എനിക്കും ഹേന വേണമെന്ന് പറയുകയാണ്. പെട്ടെന്ന് യുൻബിനാണെങ്കിൽ ടിയോൻ്റെ അടുത്ത് പറയുകയാണ് ഞങ്ങളുടെ പാർട്ട്ണറെ ഞങ്ങൾക്കേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. സോഹിങ് ആണെങ്കിൽ കൈ പൊക്കിയിട്ട് അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ ചൂസ് ചെയ്യാൻ പോവുകയാണോ? ആങ്കർ ആണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി നിങ്ങളുടെ അടുത്തുള്ളവർക്ക് പിന്നെ പറഞ്ഞുതരാം, നിങ്ങൾ ഇപ്പോഴല്ലേ എല്ലാവരും ഒന്ന് കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ പെർഫോമൻസ് നടത്തുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഹേനയുടെ പെർഫോമൻസ് എന്നത് നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ അവളെ ചീറപ്പുകയാണ്.
അങ്ങനെ ഹേനയുടെ പെർഫോമൻസ് കഴിഞ്ഞതും ഹേന എനിക്ക് ആങ്കറുടെ അടുത്ത് ചോദിക്കുകയാണ്, ആ ബ്യൂട്ടിഫുള്ളായ ഗേൾ ഏതാണ്? അവൾ എന്നെ നോക്കി വളരെയധികം ചീറപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആങ്കറാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് ഏതാണ് ആ പെൺകുട്ടിയെന്ന്. പെട്ടെന്ന് സോഹിങ് ആണെങ്കിൽ, ഓ ഇത് യുങ്സാങ്, ഇവൾ നിങ്ങളുടെ വലിയ ഫാനാ. ഹേനാണെങ്കിൽ, അപ്പോൾ നീയോ? ഓ, എനിക്ക് നിങ്ങൾ ആരാന്ന് പോലും അറിഞ്ഞുകൂടാ. പെട്ടെന്ന് ഹേനാണെങ്കിൽ അങ്ങോട്ട് ഇല്ലാണ്ടാവുകയാണ്. പെട്ടെന്ന് സോഹിങ്ങിൻ്റെ ബേക്കിലിരുന്ന് വെച്ച പെൺകുട്ടിയാണെങ്കിൽ, ഓ, ഇവൻ ഇവിടത്തുള്ളതല്ല, ഇവൻ മംഗോളിയനാ. ഇവനിക്ക് ചുൻചീഹൻ്റെ കാര്യം പോലും അറിഞ്ഞൂടാ. ചുൻചീഹൻ ആരാന്ന് എനിക്കറിയാം. ഇത് കേട്ടത് അവളൊന്നും കൂടി ഇല്ലാണ്ടായി. അവളാണെങ്കിൽ അവളുടെ സ്ഥലത്ത് പോയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിൻ്റെ ബ്രേക്ക് ടൈം ആകുന്നു. യുങ്സാങ് ആണെങ്കിൽ ഷൂട്ടിംഗ് കഴിഞ്ഞതും ആകെ ക്ഷീണിച്ച് ഒരിടത്തിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് യുൻവു വരുന്നു. അവനാണെങ്കിൽ അവൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് കുടിക്കാൻ. പെട്ടെന്ന് യുങ്സാങ് ആണെങ്കിൽ, നീ എന്താ എൻ്റെ ന്യൂ മാനേജറാണോ? യുൻവു ആണെങ്കിൽ അവളുടെ അടുത്തായി പറയുകയാണ്, ഞാനിപ്പോൾ വളരെയധികം സാഡാണ്. അഥവാ എനിക്ക് ഡ്രാമയുടെ ഷൂട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഷോയിൽ നിൽക്കാമായിരുന്നു. നീ എന്തിനിവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് തന്നെ ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വളരെയധികം ടയേർഡ് തോന്നുന്നു. പക്ഷേ എനിക്കിത് നല്ലതായി തോന്നുന്നു. എനിക്ക് ഒരു സ്കൂൾ പിക്നിക് പോലെ തോന്നുന്ന. അതുമല്ലാതെ ഈ പിക്നിക്കിൽ നീയും ഉണ്ടല്ലോ. പിന്നെ എനിക്ക് ലവ് സോങ്ങിൽ പെർഫോമൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പോകണം. എന്നാലും കുഴപ്പമില്ല, ഇനി ഞാൻ ഫ്രീ ആവുമ്പോൾ നമുക്കെന്തായാലും ലവ് സോങ്ങിൽ പെർഫോമൻസ് ചെയ്യാം. ഞാനെങ്ങനെ നിൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുക? യുൻവു ആണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട്, നമുക്ക് ലവ് സോങ്ങിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡുയിറ്റ് ചെയ്യാം. യുങ്സാങ് ആണെങ്കിൽ, നീ തന്നെ കളിയാക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കുന്നു. പെട്ടെന്ന് അവിടേക്കാണെങ്കിൽ മിസ്റ്റർ ബാങ്ങും ടീംസും വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ യുൻവുവിൻ്റെ ഡ്രൈവർ വന്ന് യുൻവുവിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. മിസ്റ്റർ ബാങ് ആണെങ്കിൽ, എനിക്ക് ഹേനയുടെ പാർട്ട്ണറായ സോഹിങ്ങിൻ്റെ കാര്യം ഓർത്ത് നല്ല ടെൻഷനുണ്ട്. യുങ്സാങ് ആണെങ്കിൽ, നിങ്ങൾ അവരുടെ കാര്യം ഓർത്ത് ടെൻഷൻ ആകണ്ട, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഹേനയുടെ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്തേക്കുന്നത് സോഹിങ്ങിനാണെന്ന്. ഇത് കേട്ട ബാങ് ആണെങ്കിൽ യുങ്സാങ്ങിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഹേർലിനെയും എൽജേനെയാണ്. ഹേർലി തിരഞ്ഞെടുത്തത് എൽജേനായിരുന്നു. അതേപോലെ യുൻബിനും ടിയോയും ഒരു കപ്പിളാണ്. അവരുടെ ഷൂട്ടിംഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരാണെങ്കിൽ അവരുടെ ലവ് സോങ്ങിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞതും നമ്മുടെ ഹേർലി എൽജേൻ്റെ അടുത്തായി. നിനക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം, ഹേന നിന്നെ ചൂസ് ചെയ്യാത്തത് കൊണ്ട്. എൽജെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്ലേറ്റ് മാറ്റുകയാണ്. അവനാണെങ്കിൽ, ഞാൻ ആദ്യം തന്നെ നിന്നെയാണ് ചൂസ് ചെയ്തത്. പെട്ടെന്ന് അവനാണെങ്കിൽ അവളുടെ തലയിൽ കൈവെക്കുകയാണ്. ഹേർലി ആണെങ്കിൽ, നീ എന്തായി ചെയ്യുന്നത്? അത് നിൻ്റെ തലയിൽ എന്തോ ഉണ്ട്, അത് ഞാൻ മാറ്റുക. ഇതെല്ലാം യുൻബിനും ടിയോയും കാണുന്നുണ്ടായിരുന്നു. യുൻബിനാണെങ്കിൽ ടിയോൻ്റെ അടുത്ത്, ശരിക്കും പറഞ്ഞാൽ നീ എൻ്റെ അടുത്ത് ചാൻസ് അറിയണം നിന്നെ തിരഞ്ഞെടുത്തതിൽ. എനിക്ക് യുൻബുവിനെ നിന്നെ തിരഞ്ഞെടുക്കുന്നതിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നീ എന്തായി പറയണ? നിനക്ക് നേരത്തെ അറിയാം യുൻബുവിന് ഷൂട്ടിങ്ങുള്ള കാര്യം. നിനക്കാണെങ്കിൽ വേറെ ആരും ഇല്ല ഇനി ചൂസ് ചെയ്യാൻ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നതിന് നിനക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാം. ഇവർ രണ്ടുപേരാണെങ്കിൽ എൽജെ കേൾക്കാൻ വേണ്ടി തന്നെ മനപ്പുറം, അയ്യോ നീ പോവല്ലേ, നമ്മ ഇവിടെ വന്നേക്കുന്നത് കപ്പിൾസ് ആവാൻ വേണ്ടിയിട്ടല്ലല്ലോ, നല്ല ഫ്രണ്ട്സിനെ പോലെ ഇരിക്കാനല്ലേ. ടിയോ ആണെങ്കിൽ, നീ പറഞ്ഞ ശരിയാ, ഞാനും ഇവിടെ ഗേൾ ഫ്രണ്ട് ഉണ്ടാക്കാനല്ല വന്നേക്കുന്നത്. ഇത് കേട്ട എൽജെ ആണെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. കാരണം ഇത്രയും നേരം ഹെയർലീൻ്റെ അടുത്തും കോഴിത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അടുത്ത സീനിൽ കാണിക്കുന്നത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹേനയാണ്. ഹേനനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഹിങ് അങ്ങോട്ടേക്ക് വരുന്നു. സോഹിങ് ആണെങ്കിൽ ഹേനേൻ്റെ അടുത്ത്, നമുക്ക് കുറച്ച് നേരം മ്യൂസിക്കിനെ പറ്റി ഒന്ന് സംസാരിച്ചാലോ? അല്ല, നിനക്ക് ഏത് തരം മ്യൂസിക്കാണ് ഇഷ്ടം? ഇത് കേട്ട ഹേനാണെങ്കിൽ, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇത്ര ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്നത്? നമ്മിപ്പോൾ കുറച്ച് മുമ്പ് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ച. അത് ഷൂട്ടിങ്ങിനായിരുന്നു. ഇപ്പോൾ ഷൂട്ടിങ് തീർന്നില്ലേ? ഇപ്പോൾ സോങ് റൈറ്റിങ്ങും കള്ളമായിരുന്നു, അതും ക്യാമറയെ കാണിക്കാനായിരുന്നു. ഇതെല്ലാം കേട്ട ഹേനക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് ഹേനയുടെ മാനേജറാണെങ്കിൽ സോഹിങ്ങിനെ അടുത്തിരുത്തി, ഞാൻ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസിനെ പറ്റി കേട്ടിട്ടുണ്ട്, പറ്റുമെങ്കിൽ കുറച്ച് സാമ്പിൾസ് കൊണ്ടുവരാമോ? സോഹിങ് ആണെങ്കിൽ, ആ ഞാൻ കൊണ്ടുവരാമല്ലോ എന്ന് പറയാണ്. സോഹിങ് ആണെങ്കിൽ ഹേനേൻ്റെ അടുത്ത്, ഞാൻ നിങ്ങളുടെ അടുത്ത് അടുത്ത വട്ടം സംസാരിക്കുന്നത് എങ്ങനെയെന്നറിയാൻ വേണ്ടി നിങ്ങളെ നമ്പറൊന്ന് എനിക്ക് തരാമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വിളിക്കാമായിരുന്നു. ഹേനയുടെ മാനേജറാണെങ്കിൽ, ഹേനേനെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ്. ഹേനയാണെങ്കിൽ സോഹിങ്ങിൻ്റെ അടുത്തായി, ഞാൻ നിന്നെ ചൂസ് ചെയ്തതിൻ്റെ കാരണം നിനക്ക് എന്നെ അറിയില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ കപ്പിളായിരിക്കുമ്പോൾ നിനക്ക് അൺകംഫർട്ടബിളായി തോന്നാതിരിക്കാൻ വേണ്ടിയാ. അപ്പോൾ നീ ഇതിനായിരുന്നു എന്നെ ചൂസ് ചെയ്തത്? അതെ, പിന്നെ എന്നെ നീ ശല്യപ്പെടുത്തരുത് കേട്ടല്ലോ. ഞാൻ അവിടെ നിന്ന് പോകാൻ നിന്നതും അവളാണെങ്കിൽ പറയുന്നുണ്ട്, സ്റ്റാർലൈറ്റിലെ ന്യൂ ആർട്ടിസ്റ്റ് എല്ലാം എൻ്റെ നമ്പർ ചോദിക്കുക. ഇത് കേട്ട സോഹിങ് ആണെങ്കിൽ, എൻ്റെ കയ്യിൽ നിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, സ്റ്റാർലൈറ്റ് എനിക്ക് തന്നതാ, പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് ഞാൻ കീറിക്കളഞ്ഞു. കാരണം അവരെനിക്കൊരു മൊബൈൽ തന്നു, പക്ഷേ എല്ലാ മാസവും ഞാൻ തന്നെ റീചാർജ് ചെയ്യണമായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ അധികം കോൺടാക്ട് നമ്പറൊന്നും ഇല്ല.
പിന്നെ എനിക്ക് കൊറിയയിലാണെങ്കിൽ ഫ്രണ്ട്സും ഇല്ല. അവിടെ നിന്ന് വെച്ചാൽ ലേഡി സ്റ്റാഫ്സ് ആണെങ്കിൽ ഹേനേൻ്റെ അടുത്ത് ഇവനെന്താ ഇങ്ങനെ പറയുന്നത്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ലായിരുന്നെന്നൊക്കെ. ഹേനയുടെ മാനേജർ ആണെങ്കിൽ അവിടെ നിന്ന് സ്റ്റാഫ്സിനെ പറഞ്ഞു വിടുകയാണ്. സീൻ ചേഞ്ച് ആയ പിന്നെ കാണിക്കുന്നത് ടിയോനാണ്. ടിയോ ആണെങ്കിൽ പാർക്കിംഗ് ഏരിയയിൽ വന്നതും പെട്ടെന്ന് ഹെയർലി അവനെ വിളിക്കുകയാണ്. ഹെയർലി ആണെങ്കിൽ ടിയോൻ്റെ അടുത്ത് നീ എന്തിനാ ഷൂട്ടിംഗ് സമയത്ത് എന്നെ മേൽച്ചേനെ ഇങ്ങനെ തറപ്പിച്ച് നോക്കിക്കൊണ്ടിരുന്നത്, നിനക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് വല്ല പ്രേമമുണ്ടോ? ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ടിയോയുടെ എക്സ് ഗേൾഫ്രണ്ട് ആയിരുന്നു ഹെയർലി. യുൻബിൻ പറഞ്ഞല്ലോ അവരുടെ ആപ്പിൾ മിന്റ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ കുറേ പേരെ ടിയോ നോക്കിയിട്ടുണ്ടെന്ന്, അപ്പോൾ അതിലൊരു ഇവളായിരിക്കും. പെട്ടെന്ന് ടിയോ ആണെങ്കിൽ അങ്ങനൊന്നും ഇല്ല എന്ന് പറയുകയാണ്. ഹെയർലി ആണെങ്കിൽ ടിയോൻ്റെ അടുത്ത് കാറിൽ ഇരുന്നിട്ട് സംസാരിക്കാമെന്ന് പറയാണ്. അങ്ങനെ ടിയോ ആണെങ്കിൽ അവളുടെ കാറിലേക്ക് കയറുകയാണ്. ടിയോൻ്റെ അടുത്തായി ഹെയർലി ആണെങ്കിൽ എപ്പോഴും എനിക്ക് നിൻ്റെ ചിന്തകളാണ്, നിന്നെ എനിക്കെന്തോ മറക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിന്നെപ്പറ്റി ഇനിയും കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പെട്ടെന്ന് ടിയോ ആണെങ്കിൽ ഒന്ന് പതറിക്കൊണ്ട് നിനക്കപ്പോൾ എന്നെപ്പറ്റി ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ടോ? അവളാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ടിയോൻ്റെ അടുത്തേക്ക് കിസ് ചെയ്യാന്നുള്ള രീതി വരികയാണ്. ടിയോയും ചെല്ലുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അവളാണെങ്കിൽ ചിരിച്ചു മാറുകയാണ്. ഞാൻ നിന്നെ ഒന്ന് കളിയാക്കിയതാ, നീ ഇതാണെങ്കിൽ ശരിക്കുനാണെന്ന് വിചാരിച്ചോ? കണ്ട, നിന്നെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഒരു മണ്ടനാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് 1 മിനിറ്റ് ഇരുന്നുള്ളൂ, എനിക്ക് ബോറടിച്ചു തുടങ്ങി, മര്യാദക്ക് കാറിൽ നിന്ന് ഇറങ്ങുക എന്നവൾ പറയുകയാണ്. ഇത് കേട്ട ടിയോക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അവനാണെങ്കിൽ കാറിൽ നിന്നും ഇറങ്ങുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഐറിബിനെയാണ്. ഐറിബിൻ്റെ ക്ലാസ്സിലാണെങ്കിൽ എല്ലാവരും ഐറിബിൻ്റെ ബെഞ്ചിന്മേ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. എന്നിട്ട് ഇപ്പം നടന്ന ആ ഷോയുടെ സീൻസ് കണ്ടുകൊണ്ടിരിക്കുക എല്ലാവരും. പെട്ടെന്ന് അതിലൊരുത്തനാണെങ്കിൽ നമ്മുടെ ഐറിബിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ കംബാക്ക് ചെയ്യുന്നുണ്ടോ? പെട്ടെന്ന് അവിടേക്ക് വന്ന ക്ലാസ് ലീഡറാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഫെസ്റ്റിവലിന് റെഡി ആവാനാണ്, അത് നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇവിടെ നിന്ന് ടൈം പാസ് ചെയ്യുകയാണോ? നമുക്ക് കുറച്ച് ടൈമുള്ളൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണെങ്കിൽ ഇപ്പം തന്നെ ചെയ്തോ. പെട്ടെന്ന് അവളുടെ അടുത്ത് നിന്ന് വെച്ചൊരു പയ്യൻ, ഐറിബ് ഒരു ടീമിൽ ഇതുവരെ ചേർന്നിട്ടില്ല, ഇവനെപ്പോലെ ഇപ്പം ചിന്നാണ് കാണിക്കണമായിരുന്നെങ്കിൽ നീ എന്തായാലും മിസ്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞാനെ. എന്താ മോളെ, നിനക്ക് ഇവനെ ഇഷ്ടമാണോ? അവളാണെങ്കിൽ അവൻ എന്തായാലും സ്റ്റേജിൽ കയറും, നിങ്ങൾ അവനെ ബ്ലെയിം ചെയ്യാതെ, പിന്നെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജോലി എന്താണ് അത് ചെയ്യ് എന്നും പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും അവളെ ഓട്ടിച്ചിടുകയാണ്. സ്റ്റുഡൻസ് എല്ലാവരും അവിടെ നിന്ന് പോയതും നമ്മുടെ ക്ലാസ് ലീഡർ ആണെങ്കിൽ ഐറിബിൻ്റെ അടുത്ത്, നീ അവർ പറഞ്ഞ് കേട്ടല്ലോ, എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ടീമിൽ ജോയിൻ ചെയ്തോ? ഞാൻ എന്തായാലും ഒരു ടീമിലും ജോയിൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ ഇച്ചിരി ബിസിയാണ്. നിനക്കെന്താ എത്ര ബിസി? അവളാണെങ്കിൽ പെട്ടെന്ന് ഐറിബ് ലിറിക്സ് ചെയ്തെന്ന് നോക്കുകയാണ്. അവൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ലിറിക്സ് എഴുതുകയാണോ? അവളാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് മേടിക്കുകയാണ്. എന്നിട്ടത് വായിച്ചു നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ നീ എന്താ ലവ് സോങ് ആണ് എഴുതുന്നത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതിലെന്താ അത്ര ഇപ്പം നിനക്ക് ഫണ്ണി ആയിട്ട് തോന്നുന്ന? എനിക്കും ലവിനെ പറ്റിയൊക്കെ അറിയാം എന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ആ ബുക്ക് മേടിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസത്തെ സീനാണ്. എല്ലാവരും ആണെങ്കിൽ ഷൂട്ടിങ്ങിന് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോഹിങ് ആണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്. ഹേനാണെങ്കിൽ സോഹിങ്ങിൻ്റെ അടുത്ത്, നിനക്കെന്താ പ്രേമത്തിനെ പറ്റിയൊന്നും അറിഞ്ഞൂടെ? നീ ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ലേ? ഞാൻ മംഗോളിയയിൽ പ്രേമിച്ചിട്ടുണ്ട്, പൗൾന്നാ. ഈ പേര് കേട്ട ഹേനാണെങ്കിൽ പെട്ടെന്ന് ഇവനെ ഗേ ആണെന്ന് വിചാരിക്കുകയാണ്. അവളാണെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ, എനിക്കും കുറച്ച് ഗേ ഫ്രണ്ട്സും ഉണ്ട്. പൗൾ എന്നുള്ള പേര് എൻ്റെ പെറ്റിൻ്റെ നെയിമാണ്, ഞാൻ അതിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിൻ്റെ പെറ്റ് ചിലപ്പോൾ ആടായിരിക്കുമല്ലേ? മംഗോളിയയിൽ ആടിനെയൊക്കെയല്ലോ വളർത്തുന്നത്, അതൊരു ആടല്ല, പൂച്ചയാ. ഹേനാണെങ്കിൽ മനസ്സിൽ, ഇവനെ ഞാൻ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് തന്ന മറുപടി എല്ലാം ഇങ്ങനെയാണല്ലോ ദൈവമേ. ഹേനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഷൂട്ടിംഗ് തുടങ്ങും, അതുകൊണ്ട് നിൻ്റെ ലവ് എക്സ്പീരിയൻസിനെ പറ്റിയൊന്ന് പറ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്നേഹിച്ചത് പൗളിനെയാണ്, പൗളിനെ മാത്രം. ഹേനയുടെ മാനേജറാണെങ്കിൽ, അപ്പോൾ നീ പറഞ്ഞു വന്നത് ഇതുവരെ നീ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന്? അതെ. ഹേനാണെങ്കിൽ, അപ്പോൾ ഇതുവരെ പ്രേമിക്കാത്ത ഡേറ്റ് ചെയ്യാത്ത ഒരാളുടെ ഒപ്പം വേണം ഞാൻ പെർഫോമൻസ് ചെയ്യാൻ, എൻ്റെ പടച്ചവനെ. ഹേനാണെങ്കിൽ അത് ഓർത്ത് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഈ വർത്താനം എല്ലാം കുറച്ച് ദൂരത്തുനിന്ന് മിസ്സിസ് ഗ്യാങ്ങും അതേപോലെ ഷൈനിയും കേൾക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരാണെങ്കിൽ എനിക്ക് തോന്നുന്നു സോഹിങ്ങിൻ്റെ ലിറിക്സ് ഹേനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. ഈ കാര്യം എന്തായാലും നമുക്ക് യുങ്സാങ്ങിൻ്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും പോകുന്നു. പിന്നെ കാണിക്കുന്നത് വർക്കൗട്ട് ചെയ്യുന്ന സോഹിങ്ങിനെയാണ്. സോഹിങ്ങിൻ്റെ അടുത്തായി നമ്മുടെ യുങ്സാങ് വരുന്നുണ്ട്. അവൻ എഴുതിയ ലിറിക്സ് വായിച്ചുകൊണ്ടാണ് അവൾ വരുന്നത്. അവളാണെങ്കിൽ, നീ ഇതെന്താ എഴുതിയേക്കുന്ന, ലവ് സോങ് ആണോ അതോ ഫുഡ് സോങ് ആണോ? അവനാണെങ്കിൽ വളരെ കൂളായി, ഞാൻ കൊറിയൻ സോങ് കേട്ടായിരുന്നു, കൊറിയൻ സോങ് എല്ലാം ഇങ്ങനെയാണല്ലോ, അന്ന് ഏതൊക്കെ കൊറിയൻ സോങ് ഇങ്ങനെ ഉള്ളതെന്നൊന്നും നീ പറഞ്ഞേ. അവനാണെങ്കിൽ കുറേ ലിസ്റ്റ് പറയുന്നുണ്ട്. ഇത് കേട്ട യുങ്സാങ് ആണെങ്കിൽ ആ ലിറിക്സ് വായിച്ചിട്ട്, നിനക്കെന്താ ഹേന ഇങ്ങനെയായിട്ടൊക്കെയാണ് തോന്നുന്നത്, ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യണം. സോഹിങ് ആണെങ്കിൽ അതൊന്നും അത്ര ഈസി അല്ല എന്ന് പറയുകയാണ്. യുങ്സാങ് ആണെങ്കിൽ കുറച്ച് ലവ് സോങ്ങിൻ്റെ ലിറിക്സ് അവനിക്ക് പാടി കേൾപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഐഡിയാസ് കൊടുക്കുകയാണ്. പക്ഷേ ആ പൊട്ടനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അവളാണെങ്കിൽ സോഹിങ്ങിന് കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുകയാണ് ലവിനെ പറ്റി. ഇപ്പോൾ ഉദാഹരണത്തിന്, നീ ഒരാളെ പ്രേമിക്കുകയാണ്,
അപ്പോൾ അവളെ പറ്റിയേക്കും നിനക്ക് എപ്പോഴും ചിന്ത. അല്ലെങ്കിൽ ഇപ്പം നിൻ്റെ ഫേവറേറ്റ് ഫുഡ് കഴിക്കുന്ന ടൈമിൽ അവൾ കൂടെ ഉണ്ടായിരുന്നു എന്നെങ്കിൽ നീ ആലോചിക്കും. ഇങ്ങനെയൊക്കെയാണ് ലവ് എന്ന് അവൾ പറയുകയാണ്. പെട്ടെന്ന് സേഹിങ് ആണെങ്കിൽ അവളെ നോക്കിയിട്ട്, അപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണോ? യുങ്സാകാണെങ്കിൽ ഇത് കേട്ടത് അങ്ങോട്ട് വല്ലാണ്ടാവുകയാണ്. ഒരു നിമിഷം അവളാണെങ്കിൽ അവനെ തന്നെ അങ്ങ് നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ 8ാമത്തെ എപ്പിസോഡ് നിർത്തുന്നത്. ഈ ഒരു എപ്പിസോഡ് ലേറ്റ് ആക്കിയതിൽ ഞാൻ എല്ലാവരുടെ അടുത്തും ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ ഇച്ചിരി ബിസി ആയിപ്പോയി. ഞാൻ ഇനി എപ്പോൾ ഇടാൻ ട്രൈ ചെയ്യാം. ഓക്കെ.